Hi dear friends, welcome to my channel Nest by Roops. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന സ്റ്റാർ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു A4 ഷീറ്റിന്റെ സൈസിലുള്ള ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റാർ ആണിത്. നമ്മുടെ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റാർ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് കടയിൽ കാശ് കൊടുത്ത് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കേണ്ട. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പല കളറുള്ള സ്റ്റാർസ് ഉണ്ടാക്കി നമുക്ക് തൂക്കാം. അതല്ല കുറച്ച് വലിയ സൈസിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ സ്റ്റാർ ആയിട്ട് തൂക്കാനും പറ്റും. ബൾബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈനുമായിട്ടുള്ള സ്റ്റാറാണ്. അപ്പോൾ ഈ 3D സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് കാണുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നത് കാണാൻ വേണ്ടി ഇടുമ്പോൾ തന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ആ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ സൈസിലുള്ള പേപ്പർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് വൈറ്റ് ഷീറ്റാണ് ഉള്ളതെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ റെഡ് കളർ വെച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനം ഒരു റെഡ് കളർ A4 ഷീറ്റ് സൈസ് പേപ്പർ, ഒരു ഗ്ലൂ, പെൻസില്, സ്കെയില്, സിസറ്, അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ക്ലിപ്പ്. നമ്മൾ ഡ്രസ്സൊക്കെ അയലിൽ വിരിച്ച് കഴിഞ്ഞാൽ ഇടുന്ന ഒരു ക്ലിപ്പ്. അപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പേപ്പറിൽ 9 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് 9 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. 4 വശവും 9 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഇത് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 5 ഷീറ്റ് വേണം. നമുക്ക് ആ ഒരു A4 ഷീറ്റ് സൈസിലുള്ള പേപ്പറിൽ നിന്നും 6 ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് 5 എണ്ണേ ആവശ്യമായിട്ടുള്ളൂ. ഇനി അടുത്തതായി നമുക്ക് ഇതിൻ്റെ 2 വശങ്ങളിലായി 2.5 സെൻറ്റിമീറ്ററിൽ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അളവുകളാണ്. ആദ്യം 9 സെൻറ്റിമീറ്ററിലെ സ്ക്വയർ എടുത്തു. പിന്നെ ഇതേ ഞാൻ അതിൻ്റെ 2 വശങ്ങളിലായിട്ട് 2.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 2 വശത്തായിട്ട് 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. അപ്പോൾ ആ 2 വശങ്ങളിലായിട്ട് 2 സെൻറ്റിമീറ്റർ 2 ഭാഗത്തുമായിട്ട് അടയാളപ്പെടുത്തുക. ഇനി ആ 2 വശത്തും അടയാളപ്പെടുത്തി 2 സെൻറ്റിമീറ്ററിലൂടെ നമുക്കൊരു ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിന് നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സ്കെയിൽ വെച്ച് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈന് കൃത്യമായി കിട്ടും. അപ്പോൾ 2 വശങ്ങളിലും 2 ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തിയ 2.5 സെൻറ്റിമീറ്ററിലൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൽ ചെയ്യുന്ന എല്ലാ മടക്കും നല്ല ക്ലിയറായിട്ട് മടക്കണം. അതുകൊണ്ട് നഖം ഉപയോഗിച്ച് നല്ലതുപോലെ അത് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കണം. ഈ മാർക്കുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഉള്ളിലേക്കായി മടക്കി 2 മടക്കിൻ്റെയും ഇത് വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നടുവിൽ ഹോളുള്ള ഇതുപോലെ ഒരു ഇതാണ് കിട്ടുക. ഇനി നമ്മൾ 2.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ പോലെ ഇതിൻ്റെ ഈ ചെറിയ ഭാഗത്ത് 0.5 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ 2 ഭാഗത്തായിട്ടും അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ 2.5 ചെയ്ത അതേ സ്റ്റെപ്പാണ്, പക്ഷേ ഇവിടെ അളവെടുക്കേണ്ടത് 0.5 ആണെന്ന് മാത്രം. നമ്മൾ സ്കെയിൽ വെച്ച് മടക്കിയ പോലെ ഇവിടെ മടക്കാനാണ് പോകുന്നത്. അപ്പോൾ പ്രോസസ്സൊക്കെ സെയിം ആണ്, അളവുകൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഏത് ഭാഗത്താണ് എന്നുള്ളത് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മടക്കിയ പോലെ 2 ഭാഗത്തുള്ള 0.5 സെൻറ്റിമീറ്ററിൻ്റെ ആ അളവ് അടയാളപ്പെടുത്തിയ ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മടക്കൊക്കെ നല്ലതുപോലെ നഖം ഉപയോഗിച്ച് നല്ല പ്രസ് ചെയ്ത് മടക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു തവണ കണ്ടിത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ 1-2 തവണ കണ്ടു നോക്കുക വീഡിയോ. ഒരു തവണ നിങ്ങളിത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾക്ക് പിന്നെ വീഡിയോ കാണാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മടക്കൊക്കെ നിർത്തുമ്പോൾ കണ്ടോ, 3 പീസാണ്. 2 വശത്തും മടക്കിയതും നടുവിലുള്ള ഒരു ഭാഗവും. അപ്പോൾ ഒരു ഭാഗത്തുള്ള മടക്ക് നമുക്ക് ഇതുപോലെ വിരലിട്ട് നിവർത്തി കഴിഞ്ഞാൽ 3 മടക്ക് നിങ്ങൾക്ക് കാണാം. ഞാൻ നഖം കൊണ്ട് പ്രസ് ചെയ്ത് അമർത്തിയ 3 ലൈൻസ് കാണാം. അതിൻ്റെ നടുവുള്ള ഭാഗം ഉള്ളിലേക്കാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അത് വീണ്ടും നഖം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലയെന്ന് തോന്നുന്നു. നടുവിലുള്ള ഭാഗത്ത് ഉള്ളിലൂടെ വിരലിട്ട് നമ്മൾ നേരത്തെ മടക്കിയ അത് നിവർത്തി കൊടുക്കുക. അപ്പോൾ നിവർത്തുമ്പോൾ ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ 3 മടക്കിൽ നടുവിലുള്ള മടക്ക് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കുക. നിങ്ങൾക്ക് കാണുമ്പോഴുള്ള കൺഫ്യൂഷനേ ഉള്ളൂ, ചെയ്ത് നോക്കുമ്പോൾ സിമ്പിളാണ്. ഇനി ഈ പേപ്പറിനെ 2ആയി വീണ്ടും മടക്കുക. നല്ല പാകത്തിന് മടക്കിയെടുത്ത് നടുവിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. കണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ടാകുക. അപ്പോൾ അതിൻ്റെ നടുവശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഡ്രസ്സിങ് ക്ലിപ്പിൻ്റെ ആവശ്യം. അത് നല്ലതുപോലെ ഡ്രൈ ആകാൻ വേണ്ടി, നല്ലതുപോലെ സ്റ്റിക്കാകാൻ വേണ്ടി നമ്മളിതുപോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തത് 9 സെൻറ്റിമീറ്ററുള്ള സ്ക്വയറിൽ നിന്നാണ്. അതുപോലെ 5 ഷീറ്റും നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ 5 പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെടുത്ത് അതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ നടുഭാഗം മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനെ ഒരു വി ഷേപ്പ് എന്നുള്ള രീതിയിൽ 2 സൈഡിലേക്കും വരച്ചു കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക, ഒരു കോൺ ഷേപ്പിൽ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വശത്തും ഒരു ചെറിയൊരു വി ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതും ഇവിടെ മാർക്ക് ചെയ്യാണ്. അതിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഏകദേശം എല്ലാത്തിനും വരക്കുന്നത് ഒരേ സൈസിലായിരിക്കണം എന്ന് മാത്രം, ഏകദേശം ഒരളവിലങ്ങ് വരച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 പീസസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, ഓപ്പൺ ചെയ്യുമ്പം ഒരു സൈഡ് വശം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് സ്റ്റാറിൻ്റെ ഡിസൈനൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒത്തുചേർത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അത്രയേ പണിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷനൊക്കെ തോന്നുമെങ്കിലും 1-2 തവണ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. വളരെ സിമ്പിളാണ്. ഒരു തവണ ഈ ഒരു പീസ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കാണാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് മറ്റൊരു പീസ് എടുത്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഡ്രസ്സിങ് ക്ലിപ്പ് കൂടെ കുത്തി വെക്കുക. അപ്പോൾ ഇതേ ഞാൻ ഓറഞ്ച് കളറുള്ള മറ്റൊരു പേപ്പർ കൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെഡ് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. നമുക്കതിൻ്റെ ക്ലിപ്പ് ഊരി ഒന്ന് വിടർത്തി നോക്കാം. കണ്ടോ, നല്ല മനോഹരമായ നല്ല ഡിസൈനിങ് ആയിട്ടുള്ള ഒരു 3D സ്റ്റാറാണ് റെഡി ആയിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ആ പ്രത്യേക ഷേപ്പിലും കട്ടിങ്ങിലും ഒക്കെ കിട്ടുമല്ലോ, അതേ ഭംഗിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് പീസും നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കിതുപോലെ വിടർത്തി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പല കളറിൽ ഉണ്ടാക്കാം. ഞാനിവിടെ 5 പേപ്പർ എടുത്തതിന് പകരം നിങ്ങൾക്ക് 5 കളറിലെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ 2 കളറിൽ ഉണ്ടാക്കിയിട്ട്, ഈ 2 കളറും നമ്മൾ ചേർച്ചയില്ല, നല്ല ഭംഗിയുള്ള 2 കളറിൽ ഉണ്ടാക്കി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയില്ലേ? നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. നല്ല ഡിസൈനുമാണ്, സിമ്പിളുമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിത് 2 കളറിലല്ല, സിംഗിൾ കളറിലുള്ള തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സിങ് ക്ലിപ്പ് എടുക്കുന്നത് ഇത് നല്ലതുപോലെ സ്റ്റിക്കാകാൻ വേണ്ടി, ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സിങ് ക്ലിപ്പ് വേണമെന്നില്ല. അപ്പോൾ നമുക്കിതുപോലെ ഈ ഓറഞ്ചും സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനോഹരമായ സ്റ്റാർസ് നമ്മളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാം. നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൈകൊണ്ട് ചെയ്ത സംഭവം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഭംഗി മാത്രമല്ല, നമ്മുടെ മനസ്സിനും ഒരു സുഖമാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയുകയില്ല. അത്രയ്ക്ക് മനോഹരമാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് പല കളറിൽ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു പേപ്പറിൽ ചെയ്തെടുത്ത്, അതായത് ഒരു A4 ഷീറ്റ് സൈസിൽ തന്നെ ഒരു ഷീറ്റ് ചെയ്തെടുത്ത്, അങ്ങനെ 5 ഷീറ്റ് ചെയ്തെടുത്ത് നമുക്ക് വലിയ സ്റ്റാർ ഉണ്ടാക്കി വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് അതിൻ്റെ പിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അയച്ചു തരിക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ തൊട്ട് ഞാൻ നിങ്ങൾ അയച്ചു തരുന്ന ട്രൈഡ് പിക്സ് വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത പിക്സൊക്കെ അയച്ചു തരിക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.